ഗ്ലോറി ബി ടു ഗോഡ്. അതെ, നമ്മുടെ കൈകളുടെ പ്രവർത്തിക്ക് പ്രതിഫലം നൽകുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അതെ, നാം വിശ്വസിച്ചിരിക്കുന്ന, നാം ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതിഫലങ്ങളെ നമുക്ക് കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഈ നാളുകളിൽ മനുഷ്യരെക്കാളുപരി, പ്രഭുക്കന്മാരെക്കാളുപരി നമ്മുടെ സാഹചര്യം എന്തുവായിരുന്നാലും, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഈ നാളുകളിൽ നാം നമ്മുടെ ദൈവമായ യഹോവയിൽ തന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായി കർത്താവ് നമുക്ക് പൂർണ്ണ പ്രതിഫലം നൽകി നമ്മെ മാനിക്കുന്ന ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം നമുക്ക് വായിക്കാം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, രൂത്തിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അതെ, അപ്പനും അമ്മയും സഹോദരങ്ങളും ആരുമില്ലാതെ താൻ ഒറ്റയ്ക്ക് തൻ്റെ അമ്മാവിയും ഓടുകൂടെ താൻ കടന്നു വരികയാണ്. അമ്മേൻ, തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, തനിക്കുള്ളതൊക്കെയും നഷ്ടപ്പെട്ടു, ഒറ്റപ്പെട്ടവളായ അമ്മേൻ സ്തോത്രം ആ വൃദ്ധയായ മാതാവിനോടുകൂടെ മറ്റൊന്നും നോക്കാതെ അമ്മേൻ സ്തോത്രം ആ വൃദ്ധയായ മാതാവ് സേവിച്ച തൻ്റെ ദൈവത്തെ നോക്കിക്കൊണ്ട് ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ നാം വായിക്കുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നു. ഹല്ലേലൂയ. മറ്റൊന്നും അവർക്ക് ഭൂമിയിൽ ആശ്രയിപ്പാൻ ഒന്നും തന്നെയില്ല, എല്ലാം നഷ്ടപ്പെട്ടു. അമ്മേൻ സ്തോത്രം സ്തോത്രം മറ്റ് സാഹചര്യങ്ങളോ മനുഷ്യരോ ആരും തന്നെ അവർക്കില്ല. എന്നാൽ ആമേൻ സ്തോത്രം രൂത്ത് എന്ന ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം സഹോദരി, അതെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് താൻ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പലരും ചിന്തിച്ച് കാണുമായിരിക്കും അല്ലേ, ആമേൻ സ്തോത്രം ഇവരുടെ അവസ്ഥ എന്തുവായിത്തീരും, തൻ്റെ അമ്മ പോലും ആമേൻ അതിനെക്കുറിച്ച് വിഷമിച്ചു എന്ന് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. അത് സ്വാഭാവികമാണ്. അതേ പൈതലിനെ അല്ലെങ്കിൽ ഈ സ്ത്രീയെ, അമ്മേൻ ഈ പെൺകുട്ടിയെ ആര് നോക്കും, ആര് സംരക്ഷിക്കും, ഇങ്ങനെ ഒറ്റപ്പെട്ട് വന്നാൽ എന്തായിരിക്കും അവളുടെ ഭാവി, എന്തായിരിക്കും അവളുടെ അവസ്ഥ, സകലരും ചിന്തിച്ചു കാണും. എന്നാൽ ആമേൻ സ്തോത്രം യഹോവയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ആ ചിറകിൻ്റെ കീഴിൽ മാത്രം ആശ്രയിച്ച് ഇരുന്ന ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് തക്ക സമയത്ത് പൂർണ്ണ പ്രതിഫലം, അതെ ആമേൻ, താൻ ചില പ്രവർത്തികൾ ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതേ ആമേൻ, നാം ദൈവത്തെ ആശ്രയിക്കുന്നതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ചില പ്രവൃത്തികളും വെളിപ്പെടുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാകുന്നു. ആമേൻ, രൂത്ത് അവിടെ വെറുതെ ഇരുന്നില്ല. രൂത്ത് ചെയ്യേണ്ടുന്ന കാര്യം കണ്ടറിഞ്ഞ് ആമേൻ ആരും നിർബന്ധിക്കാതെ, ആരും ആമേൻ പറഞ്ഞു കൊടുക്കാതെ തന്നെ താൻ പല കാര്യങ്ങൾ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ പ്രവൃത്തിക്ക് കർത്താവ് പൂർണ്ണ പ്രതിഫലമായി ഹല്ലേലൂയ ആ ദേശത്തിൽ ഏറ്റവും സമ്പന്നനായിരിക്കുന്ന ആ ബോവസ് എന്ന ആമേൻ സ്തോത്രം മകനെ തനിക്ക് ഭർത്താവായി ദൈവം കൊടുത്തു. തന്നെ കർത്താവ് മാനിച്ചു. ഈ വേദപുസ്തകത്തിൽ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു മകളായി ദൈവം രൂത്തിനെ മാറ്റി. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും ചിലപ്പോൾ ആമേൻ സ്തോത്രം നാം പലരിലും ആശ്രയിച്ച്, പലരെയും വിശ്വസിച്ച്, പലരെയും പ്രതീക്ഷ വെച്ചിട്ട് അമ്മയെ നമ്മുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലം കാണുവാൻ കഴിയാതെ ഭാരത്തോടെ ആയിരിക്കുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ രൂത്തിനെ പോലെ മനുഷ്യരെ നോക്കാതെ, സാഹചര്യങ്ങളെ നോക്കാതെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ മാത്രം നമുക്ക് ആശ്രയിച്ച് ആ കർത്താവിന് വേണ്ടി ദൈവം പറയുന്നതനുസരിച്ചുള്ള പ്രവൃത്തികളെ നാം വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ പ്രിയ ദൈവമക്കളെ, ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവ് നമുക്ക് നൽകുന്നത് മനുഷ്യർ തരുന്നത് പോലെയുള്ള ഫലമല്ല, പൂർണ്ണ പ്രതിഫലം നൽകി ആരും പ്രതീക്ഷിക്കാത്ത, ഹല്ലേലൂയ, ആരും മനസ്സിൽ ചിന്തിക്കാത്ത രീതിയിൽ കർത്താവ് നമ്മെ മാനിക്കുവാൻ സർവശക്തനാണ്. ഈ വചനപ്രകാരം നമ്മുടെ പ്രവൃത്തിക്കും കർത്താവ് പകരം നൽകട്ടെ. ആമേൻ. നമുക്കും കർത്താവ് പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഈ നാളുകളിൽ കർത്താവിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ
സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഏതുമായിരുന്നാലും, ഞങ്ങളുടെ അവസ്ഥകൾ എന്തുമായിരുന്നാലും, സ്ഥിതികൾ ഏതവസ്ഥയിലായിരുന്നാലും കർത്താവെ, മനുഷ്യരെയോ മറ്റ് സാഹചര്യങ്ങളെയോ കർത്താവെ ആശ്രയിക്കാതെ ഈ നാളുകളിൽ കർത്താവിൽ തന്നെ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് അങ്ങയുടെ ചെറുകിന് നിഴലിൽ ശരണം പ്രാപിച്ചുകൊണ്ട് കർത്താവ് അപ്പോൾ അങ്ങിൽ നിന്ന് വരുന്ന കർത്താവ് നന്മകളും പ്രതിഫലങ്ങളും പൂർണ്ണമായി പ്രാപിപ്പാൻ ഞങ്ങളെ കർത്താവ് ഇടയാക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം, ധൈര്യപ്പെടുത്തണം, ശക്തീകരിക്കണം. വേദനകൾ ഭാരങ്ങളൊക്കെ മാറി സന്തോഷത്തോടെ കർത്താവ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്ഥിതികൾക്ക് അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.